താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ്. യുദ്ധം യുദ്ധം യുദ്ധം, സർവത്ര യുദ്ധമയം. അതിർത്തിയിലല്ല കേട്ടോ, ഭവനങ്ങൾക്കകത്താണ്. ആരോട്? അമ്മയപ്പന്മാർ മക്കളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? അവരെ അവരുടെ ഭാവിക്ക് പ്രയോജനമുള്ളവരാക്കി മാറ്റുവാൻ, ഒപ്പം തങ്ങൾക്ക് ആശ്രയവും പ്രയോജനകരവുമായി അവർ മാറുവാൻ. ഭാര്യയും യുദ്ധം ചെയ്യുന്നു. ഭർത്താവ് തനിക്കും തൻ്റെ മക്കൾക്കും കുടുംബത്തിനും പ്രയോജനമുള്ളവനായി മാറണം. തനിക്ക് തന്നെ കൊള്ളാകുന്നവനായി 4 പേര് പറയണം എൻ്റെ ഭർത്താവിനെ കുറിച്ച്, ഇല്ലേ? ഭാര്യ എന്നെ ശുശ്രൂഷിക്കുന്ന, എനിക്ക് താങ്ങും തണലുമായിരിക്കുന്ന, അങ്ങനെ ആയിരിക്കണം. അതിനുവേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. തൊഴിലിടങ്ങൾ നമുക്ക് പ്രയോജനമുള്ളതായി മാറണം, നമുക്ക് പ്രയോജനപ്പെടണം. ബിസിനസ്സുകൾ അത് നമുക്ക് അനുഗ്രഹമായി മാറണം. ഒപ്പം നമ്മുടെ തലമുറകൾക്ക് കൂടെ പ്രയോജനപ്പെടുന്ന അളവിൽ അത് വളരണം, അത് പ്രയോജനപ്രദമായി ഫലം കായ്ക്കുന്നതായി മാറണം. അപ്പോൾ ഇതിനു വേണ്ടി ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഫലം എന്താണ്? യാതൊരു യുദ്ധത്തിൻ്റെയും ഫലം ഇഞ്ചുവേർഡ് ആകുന്ന ഒത്തിരി പേരുണ്ടാകും, മുറിപ്പെടുന്ന ഒത്തിരി പേർ. നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ, നിങ്ങൾക്കൊപ്പമുള്ളവർ നിങ്ങൾക്കും അവർക്കും പ്രയോജനപ്പെടുവാൻ വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ മുറിവേറ്റ ധാരാളം പേരുണ്ടാകും. ശരീരത്തിലല്ല, മനസ്സിന് മുറിവേറ്റവർ, മരണപ്പെടുന്നവരുണ്ടാകും. ഭൗതികമായല്ല, മാനസികമായി മരണപ്പെടുന്നവരുണ്ടാകും. ഫലം എന്താണ്? കലക്കം, കലഹം, പിണങ്ങിപ്പോക്ക്, ആഹാരത്തിന് മുമ്പിൽ നിന്ന് ആഹാരത്തെ തട്ടിത്തെറിപ്പിച്ചുള്ള ഇറങ്ങിപ്പോക്ക്, വീട്ടിൽ സമയത്തിന് വരാതെ ആകുന്നു. അയ്യോ, ആ നശിച്ച വീട്ടിനകത്ത് പോയി കയറുവാൻ വയ്യ. അതല്ലേ അവസ്ഥ? ഇത് ലോക മനുഷ്യരെ സംബന്ധിച്ച്. ഇനി വിശ്വാസിയെ സംബന്ധിച്ചാണെങ്കിൽ അവൻ ഈ 2 കാര്യം മാത്രം പോരാ. അവർക്ക് ഈ 2 കാര്യങ്ങൾ മാത്രം പോരാ. മക്കളും ഭർത്താവും ഒക്കെ അവർക്ക് പ്രയോജനപ്പെടണം, അതുപോലെ ഞങ്ങൾക്ക് പ്രയോജനപ്പെടണം. തീർന്നില്ല, ദൈവത്തിനും പ്രയോജനപ്പെടണം. യുദ്ധാനന്തരം എന്ത് സംഭവിക്കുന്നു? അവിടെയും കലക്കവും കലഹവും പിണക്കങ്ങളും മാത്രം. സ്നേഹമില്ല, പരസ്പരം വെറുക്കുന്നവരായി മാറുന്നു. യുദ്ധത്തിൻ്റെ പരിണിത ഫലം. അപ്പോൾ എന്ത് ചെയ്യണം? യുദ്ധം നിർത്തണം. എന്താ പിന്നെ? എങ്ങനെയാ ദൈവദാസനെ, എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ പ്രയോജനപ്പെടുത്തണ്ടേ? വേണം. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമേധാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. ചില ഭവനങ്ങൾക്കകത്ത് യുദ്ധം തീരുക. കാരണം ദൈവം തങ്ങൾക്കും നിങ്ങൾക്കും കർത്താവിനും വേണ്ടി പ്രയോജനപ്പെടുന്നവരാക്കി നിങ്ങളുടെ ഭവനത്തിനകത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. അതേ സഹോദരി, നിന്റെ ഭർത്താവിനെ, സഹോദര, നിന്റെ ഭാര്യയെ, മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളെ ദൈവം പ്രയോജനപ്പെടുത്തുക. താങ്ക് ഗോഡ്. അപ്പോൾ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഇவ்விധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. പത്രോസിനും ഒപ്പമുള്ളവർക്കും, എന്തിന്? കർത്താവായ യേശു ക്രിസ്തുവിനും ശുശ്രൂഷ ചെയ്യേണ്ട പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പിലായിരിക്കുന്നു. ഭവനത്തിൽ, പത്രോസിൻ്റെ ഭവനത്തിൽ അവിടെ കടന്നു വരുന്ന കർത്താവായ യേശു ക്രിസ്തു പനി പിടിച്ച് കിടപ്പിലായിപ്പോയ അമ്മാവിയമ്മയെ കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്നു. നമ്മൾ വായിച്ചു. തുടർന്ന് അവൾ പത്രോസിനും ഒപ്പമുള്ളവർക്കും കർത്താവായ യേശു ക്രിസ്തുവിനും ശുശ്രൂഷ ചെയ്യുന്നു. ശുശ്രൂഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടവൾ കിടന്നു പോകുന്നു. യേശു അവളെ എഴുന്നേൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്നു. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ യുദ്ധത്തിന് കാരണമായി പ്രയോജനപ്പെടേണ്ടവർ, തലമുറകൾ, ഭർത്താവ്, കുടുംബം, നന്മകൾ, തൊഴിലിടം, ബിസിനസ് പ്രയോജനപ്പെടേണ്ടതാണ്. പ്രയോജനപ്പെടുന്നില്ല. പ്രയോജനപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ അവ വീണുപോയി. യേശു വീണുപോയതിനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യിപ്പിക്കുവാൻ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ പോകുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറകളെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിങ്ങൾക്കും അവർക്കും യേശുവിനും ശുശ്രൂഷ ചെയ്യുന്നവരാക്കി അവരെ മാറ്റുവാൻ പോകുക. സ്തോത്രം. നിങ്ങൾ നാവ് കൊണ്ട് യുദ്ധം ചെയ്തിട്ട് നേടുവാൻ കഴിയാത്തത് യേശു ചെയ്തെടുക്കുക. അവരെ യേശു എഴുന്നേൽപ്പിക്കുക. മടി പിടിച്ച് അലസന്മാരായി ലോകമോഹങ്ങളിൽ മയങ്ങിക്കിടക്കുന്ന, നിങ്ങൾക്ക് പ്രയോജനമില്ലാതെ, അവരുടെ ഭാവിക്ക് വേണ്ടി ഒന്നും ചെയ്യുവാനും കരുതി വയ്ക്കുവാനും കഴിയാതെ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാതെ പോയ തലമുറകളെ കർത്താവ് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുക. താങ്ക് ഗോഡ്. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ മധ്യത്തിൽ വഴുക്കി വീണുപോയ നിന്റെ തലമുറകളെ മാതാവേ, പിതാവേ, യേശു കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുക. താങ്ക് ഗോഡ്. ആമേൻ. പരാജയത്തിൽ വീണുപോയ,
വിദ്യാഭ്യാസ മേഖല പരാജയപ്പെട്ടു, അതുകൊണ്ട് തന്നെ നല്ല തൊഴിൽ ലഭിക്കുന്നില്ല. പരാജയം, വീഴ്ച വലുതായിരിക്കുന്നു. ഇനി എഴുന്നേൽക്കത്തില്ല, ഞങ്ങൾക്കും പ്രയോജനമില്ല, അവർക്കും പ്രയോജനമില്ല. ഞങ്ങളുടെ നല്ല കാലം മുഴുവൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ഈ ആകാത്ത കാലത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടേണ്ട ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പിന്നെയും ഞങ്ങൾ ഭാരം വലിക്കേണ്ടിയിരിക്കുന്നു. വണ്ടിക്കാളയായി എൻ്റെ ജീവിതം മാറിയിരിക്കുന്നു എന്ന് ഭാരപ്പെട്ടായിരിക്കുന്ന പിതാവേ, നിന്നോട് തന്നെ നിനക്കും അവനും പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നിന്റെ തലമുറകളെ, പരാജയത്തിൽ വീണുപോയ നിന്റെ തലമുറകളെ യേശു കൈപിടിച്ചെഴുന്നേൽപ്പിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഓ സ്തോത്രം. സഹോദരി, നിന്റെ ഭർത്താവിനെ യേശു കൈപിടിച്ചെഴുന്നേൽപ്പിക്കുക. ആമേൻ. നിനക്ക് പ്രയോജനപ്പെടുന്നില്ല, മക്കൾക്കും പ്രയോജനപ്പെടുന്നില്ല, കുടുംബത്തിനും പ്രയോജനപ്പെടുന്നില്ല, അവനെ കുറിച്ച് നല്ലത് പറയുവാൻ മറ്റുള്ളവർക്കൊന്നുമില്ല. പല സ്ഥാനങ്ങളിൽ അവൻ വഴുക്കി വീണിരിക്കുന്നു. ഓ സ്തോത്രം. നിനക്ക് പ്രയോജനപ്പെടേണ്ടവൻ മറ്റു പലർക്കും പ്രയോജനപ്പെടുന്നു. നിന്നെ സ്നേഹിക്കേണ്ടവൻ മറ്റു പലരെയും സ്നേഹിക്കുന്നു. നിന്നെ കരുതേണ്ടവൻ മറ്റു പലരെയും കരുതുന്നു. നിന്നെക്കാൾ പ്രാധാന്യം അവന്റെ ജീവിതത്തിൽ മറ്റു പലതിനും കൊടുക്കുന്നു. അതേ, നീ ഉള്ളം കൊണ്ട് കരയുക. എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം ജീവിക്കേണ്ടവൻ, എൻ്റെ മക്കൾക്ക് വേണ്ടി കരുതേണ്ടവൻ, അയ്യോ അവന്റെ അധ്വാന ഫലം പല വഴികളിൽ ചിതറിപ്പോകുന്നു. ഞങ്ങൾ ഒന്നുമില്ലാത്തവരായി മാറുന്നു, ഞങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. ഇതെന്തു ജീവിതം? എത്ര പറഞ്ഞിട്ടും എത്ര തന്നെ ശ്രമിച്ചിട്ടും എൻ്റെ ഭർത്താവ് ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ലല്ലോ, എൻ്റെ ഭർത്താവ് കുടുംബത്തിന് പ്രയോജനപ്പെടുന്നില്ലല്ലോ. കരയുന്ന സഹോദരി, നിന്റെ കണ്ണുനീർ കണ്ട് എൻ്റെ യേശു വരിക. അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ. വഴിക്ക് വീണുപോയ സ്ഥാനത്തു നിന്ന്, പല കൂട്ടുകെട്ടുകളിൽ വീണുപോയ സ്ഥാനത്തു നിന്ന്, പല ബന്ധനങ്ങളിൽ വീണുപോയ സ്ഥാനത്തു നിന്ന് നിന്റെ ഭർത്താവിനെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ച് നിനക്കും അവനും എൻ്റെ യേശുവിനും പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുക. താങ്ക് ഗോഡ്. സഹോദര, നിന്റെ ഭാര്യയെ എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. ഓ സ്തോത്രം. വീണുപോയി, അയ്യോ, നിന്നെ സ്നേഹിക്കേണ്ട, നിനക്ക് വേണ്ടി നിൽക്കേണ്ട, നിനക്കൊപ്പം നിൽക്കുന്നില്ല. പലരുടെയും വാക്ക് കേട്ട് കെട്ടഴിഞ്ഞ പട്ടം പോലെ അവൾ പാറി നടക്കുന്നു. പലരുടെ ഇഷ്ടം മാത്രം അവളുടെ ജീവിതത്തിൽ നിറവേറുന്നു. നിന്നെ കുറിച്ച് അവൾക്ക് ഒരു പരിഗണനയില്ല. നിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് നിനക്കൊപ്പം നിൽക്കുവാൻ തയ്യാറാകുന്നില്ല. അയ്യോ, എനിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നില്ല. മറ്റുള്ളവരെല്ലാം മോശം പറയുന്നു, എൻ്റെ ഭാര്യയെക്കുറിച്ച് മോശം പറയുന്നു. നാട്ടുകാരും വീട്ടുകാരും, എന്തിന് അവളുടെ വീട്ടുകാർ പോലും എൻ്റെ ഭാര്യയെക്കുറിച്ച് മോശം പറയുന്നു. അതേ, അവിടെ നിന്ന് നിനക്കും അവൾക്കും യേശുവിനും പ്രയോജനപ്പെടുന്നവളായി നിന്റെ ഭാര്യയെ എൻ്റെ യേശു കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുക. അവൾ ശുശ്രൂഷ ചെയ്യുക. നിനക്കും യേശുവിനും വേണ്ടി അവൾ ശുശ്രൂഷ ചെയ്യുക. ഓ താങ്ക് ഗോഡ്. ആമേൻ. ആ ജോലി സ്ഥലത്ത് നിന്ന് നിനക്ക് പ്രയോജനമുള്ളത് പുറത്തു വരുവാൻ പോകുക. നിന്റെ തൊഴിലിനെ, വീണുപോയ നിന്റെ തൊഴിലിനെ യേശു കൈപിടിച്ചെഴുന്നേൽപ്പിക്കുക. ആമേൻ. ഓ താങ്ക് ഗോഡ്. ആ ബിസിനസ്സിനെ ദീർഘനാൾ നിന്റെ തലമുറയായി അവർക്ക് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം, അത് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം യേശു അതിനെ എഴുന്നേൽപ്പിക്കുക. ആമേൻ. ആ ബിസിനസ്സിനൊരു എഴുന്നേറ്റം ഉണ്ടാകുക, നിന്റെ സ്ഥാപനത്തിനൊരു എഴുന്നേറ്റം ഉണ്ടാകുക, നിന്റെ തൊഴിലിനൊരു എഴുന്നേറ്റം ഉണ്ടാകുക, നിന്റെ നന്മയ്ക്കൊരു എഴുന്നേറ്റം ഉണ്ടാകുക. അത് നിനക്ക് പ്രയോജനപ്പെടുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ. ആമേൻ. അപ്പോ നാവ് കൊണ്ട് യുദ്ധം ചെയ്ത് കലഹവും പിണക്കവും ഉണ്ടായ സ്ഥാനത്ത് യേശു കടന്നു വരുമ്പോൾ യുദ്ധമില്ല, സമാധാനം മാത്രം. സമാധാനത്തിലൂടെ യേശു കൈപിടിച്ച് ചിലതിനെ പുറത്തു കൊണ്ടുവരും. ചോദ്യം പിന്നെയും അവശേഷിക്കുന്നു, എങ്ങനെ ദൈവദാസനെ ഇത് സാധ്യമായി? ഹൗ ഇസ് പോസിബിൾ? നോക്കിയേ, യുദ്ധം ചെയ്ത് തളർന്നവർ, കലഹവും മാത്രം മിച്ചമായിരിക്കുന്നവർ തിരിച്ചറിയേണ്ട കാര്യം, പത്രോസിനെ ശുശ്രൂഷിക്കേണ്ട അമ്മാവിയമ്മ രോഗിയായി പനി പിടിച്ചു കിടന്ന ഭവനത്തിലേക്ക് യേശു കടന്നു വരികയാണ്. ആർക്കൊപ്പം? ശ്രദ്ധിക്കുക, പത്രോസിനൊപ്പം. എങ്ങനെ ആ ഭവനത്തിനകത്തേക്ക് പത്രോസിനൊപ്പം യേശു കടന്നു വന്നു? അതിനായി പത്രോസ് എന്താണ് ചെയ്തത്? അതാണ് നിങ്ങൾ ചെയ്യുവാനുള്ളത്. യുദ്ധം നിർത്തി ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുക. വിശ്വാസികളായി, ലോകമനുഷ്യരായി തന്നെ നിങ്ങൾ ഇപ്പോഴും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യുദ്ധം കണ്ടിന്യൂ ചെയ്യാം. മുറിപ്പെടുന്നവർ മുറിപ്പെടട്ടെ, ചാകുന്നവർ ചാകട്ടെ. നിങ്ങളുടെ ഭവനം മറ്റുള്ളവർക്ക് പരിഹസിക്കുവാനും പറഞ്ഞു ചിരിക്കുവാനും കാരണമായി തന്നെ നിലനിൽക്കട്ടെ. എന്നാൽ വിശ്വാസികളായി നിങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ നോക്കിയേ, മർക്കോസിന്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ ഈ പത്രോസിനെയും ഒപ്പമുള്ളവരെയും യേശു വിളിക്കുകയാണ്. എന്താണ്? നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ. ഓ സ്തോത്രം. ഈ പകലിലും യുദ്ധം ചെയ്ത് തളർന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞേ, നിന്നെ യേശു വിളിക്കുകയാണ് അവനെ അനുഗമിക്കുവാൻ. ആർ യു റെഡി? യേശുവിനൊപ്പം പോകുവാൻ നിങ്ങൾ റെഡിയാണോ? യേശുവിനൊപ്പം നിങ്ങൾ പോകുമെങ്കിൽ
നിങ്ങൾക്കൊപ്പം യേശു വരും. ആമേൻ. നമ്മുടെ ആഗ്രഹം അതാണ്, യേശു എനിക്കൊപ്പം വരണം. ഞാൻ പ്രതികൂലത്തിൽ പെട്ടുപോകുന്ന, ഞാൻ പ്രശ്നത്തിലായി പോകുന്ന, എൻ്റെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എനിക്കൊപ്പം യേശു കടന്നു വരണം. യേശു എവിടെ കടന്നു വരുമോ അവിടെ അസാധ്യങ്ങൾ സാധ്യമായി തീരും. സാധ്യം എന്താണ്? തീയിൽ വീണാൽ വെന്തുപോകും. അസാധ്യം എന്താണ്? ആ തീക്കകത്തുകൂടെ നടക്കും. ആരെ പോലെ? ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ഭക്തന്മാരെ പോലെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമാണ് കേട്ടോ, നമ്മൾ ഒത്തിരി പ്രസംഗിച്ചിട്ടുള്ളതാ. ആ തീക്കകത്തവർ ഗ്ലോറി ഹല്ലേലൂയ പാടി ദൈവത്തെ സ്തുതിക്കുക. കാരണം തീക്കകത്ത് അവർക്ക് വേണ്ടി യേശു ഇറങ്ങി വന്നു. അതെ, നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ യേശു ഇറങ്ങി വരുമ്പോൾ ആ പ്രതിസന്ധികൾ, അസാധ്യങ്ങൾ സാധ്യമായി മാറും. ആ ആഗ്രഹത്തെ നിറവേറ്റുവാൻ നമ്മൾ യേശുവിന് പിന്നാലെ നടക്കുവാൻ തയ്യാറാകുക. യേശു വിളിക്കുകയാണ്, യേശു വിളിക്കുന്നു. യേശുവിനൊപ്പം സഞ്ചരിക്കുവാൻ നിങ്ങൾ റെഡിയാണോ? യേശുവിനൊപ്പം യാത്ര ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ തലമുറകളെ നിങ്ങളുടെ ഭവനത്തിനകത്ത് വന്ന് യേശു കരം പിടിച്ചെഴുന്നേൽപ്പിക്കും. അവർ ആയിരിക്കുന്ന ആ കൂട്ടുകെട്ടുകളുടെ മധ്യത്തിൽ കടന്നുപോയി നിങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത സ്ഥാനത്ത് കടന്നുപോയി യേശു അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കും. സഹോദരി, നിന്റെ ഭർത്താവ് ആയിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ അവൻ പല സ്ഥാനങ്ങളിൽ പെട്ടുപോയി. നിനക്കറിയാം, അവിടെ പോയി യേശു അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിനക്കും യേശുവിനും ശുശ്രൂഷ ചെയ്യുന്നവരാക്കി മാറ്റും. ഓ, താങ്ക് ഗോഡ്. ആമേൻ. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു പോകും. നിങ്ങൾ യേശുവിനൊപ്പം യാത്ര ചെയ്യുവാൻ തയ്യാറായാൽ യേശു വരും. ആശുപത്രിക്കകത്ത് യേശു വരും. നിന്നെ ആ രോഗക്കിടക്കയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ യേശു വരിക. അവനെ അനുഗമിക്കുവാൻ റെഡിയാണോ? ഇപ്പോൾ സൗഖ്യമാകാ. യേശുവിനെ അനുഗമിച്ചുകൊണ്ട് ഇത് സാധ്യമാക്കി തീർക്കുവാൻ കഴിയും. മുറിപ്പാടില്ലാതെ, ഇഞ്ചുറീസ് ഇല്ലാതെ, മരണങ്ങളില്ലാതെ നിങ്ങൾക്കൊപ്പമുള്ളവരെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. അപ്പോൾ യേശു വിളിക്കുന്നു. യേശുവിന് പിന്നാലെ നടക്കുവാൻ റെഡിയാണോ? ആ സ്ഥാനങ്ങളിൽ യേശു നിങ്ങൾക്ക് വേണ്ടി കടന്നു വരും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ ഇത് ചെയ്യും. ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയവുമായി എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ഇവിടെ യുദ്ധം വേണ്ട, സമാധാനത്തിലൂടെ യേശു നിങ്ങൾക്ക് വേണ്ടത് ചെയ്യുവാൻ നിങ്ങളുടെ ഭവനത്തിൽ വരും. അതിന് തക്കവണ്ണം നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് പോലെ തന്നെ. അപ്പോൾ മടിക്കേണ്ട, കോൺടാക്ട് ചെയ്തോ, കണ്ണടച്ചോ. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്നവർ ആയിരിക്കുന്ന സ്ഥാനത്ത് അങ്ങ് കടന്നു ചെല്ലണമേ. ഇപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നവരുടെ അടുക്കൽ യേശു കടന്നു വരിക. ചിലതിനെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുക. ആ രോഗത്തിൽ നിന്ന് വിട്ടുമാറാതെ വെളിപ്പെട്ട് നിൽക്കുന്ന, ഒന്നിനും കഴിയാത്തവരായി കൊള്ളാത്തവരാക്കി മാറ്റി ആ രോഗത്തിൽ നിന്ന് ചിലരെ യേശു കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുക. ഓ, യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. തകർന്നുപോയ തൊഴിൽ മേഖലകളെ യേശു എഴുന്നേൽപ്പിക്കുക. ജോലി സംബന്ധമായി വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും വിട്ടുമാറുക. പുതിയ ജോലികൾ ഈ പകലിൽ ഉണ്ടാകുവാൻ പോവുക. നന്മയുടെ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോവുക. കാത്തിരിപ്പുകൾക്ക് അറുതി ഉണ്ടാകുവാൻ പോവുക. ഓ സ്തോത്രം. സമൃദ്ധി ഉണ്ടാകുവാൻ പോവുക. യേശുവിൻ നാമത്തിൽ ബാധ്യതകൾ മാറുവാൻ തക്കവണ്ണം വഴി തുറക്കപ്പെടുക. പ്രാർത്ഥിച്ചാട്ടെ. ബാധ്യതകൾ മാറുവാൻ, ഇല്ലായ്മകൾ മാറുവാൻ, ആ ദാരിദ്ര്യം മാറട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ. ഓ, പേഴ്സിൽ സമൃദ്ധി ഉണ്ടാകട്ടെ, അക്കൗണ്ടുകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ, കരങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ, അടുക്കളയിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. കുടുംബ ജീവിതങ്ങൾക്കകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ഭർത്താവ് ഭാര്യയ്ക്ക് പ്രയോജനപ്പെടട്ടെ, ഭാര്യ ഭർത്താവിന് പ്രയോജനപ്പെടട്ടെ. പ്രയോജനമില്ലാത്ത അവസ്ഥകൾ മാറിപ്പോകട്ടെ, ഫലം കായ്ക്കട്ടെ, തലമുറകൾ ഫലം കായ്ക്കട്ടെ, അനുഗ്രഹമായി മാറട്ടെ. അവരുടെ ഭാവിക്ക് വേണ്ടി കരുതുന്നവരായി, മാതാപിതാക്കൾക്ക് വേണ്ടി കരുതുന്നവരായി അവർ മാറട്ടെ യേശുവിൻ നാമത്തിൽ. അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ റിസൾട്ട് ഉണ്ടാകട്ടെ, നല്ല ജോലികൾ ലഭിക്കട്ടെ, ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. വിവാഹത്തിന് മേലുള്ള തടസ്സങ്ങളും വെല്ലുവിളികളും മാറിപ്പോകട്ടെ. വിവാഹ ബന്ധങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന, തടസ്സപ്പെടുത്തുന്ന വെല്ലുവിളികൾ മാറട്ടെ. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ, വസ്തുവകകൾ വാങ്ങട്ടെ, കച്ചവടങ്ങൾ നടക്കട്ടെ. ഓ സ്തോത്രം. സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ. കൃഷികൾ അനുഗ്രഹമായി തീരട്ടെ, ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. ഓ താങ്ക് ഗോഡ്. വലുതും ചെറുതായ സകല ബിസിനസ്സുകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്പോൺസർമാരുടെ പ്രശ്നവുമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ പരിഹാരമുണ്ടാകട്ടെ. ചില പുതിയ മൂവ്മെന്റുകൾ ഉണ്ടാകട്ടെ. ഓ താങ്ക് ഗോഡ്. പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇതിവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ. ഇന്ന് പകൽ മുഴുവൻ അങ്ങ് ഇവരോട് കൂടിയിരുന്ന് രാത്രി വലിയ സാക്ഷ്യത്തിന്റെ അനുഭവങ്ങൾ അറിയിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം പിന്നെയും ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും
ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.